ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. ജീവിത ക്ലേശങ്ങളെ, ജീവിതത്തിൻ്റെ ഭാരങ്ങളെ, ഉത്തരവാദിത്വങ്ങളെ ഒറ്റയ്ക്ക് വർഷങ്ങളായി എടുത്ത് മറിച്ചൊന്ന് ഏൽപ്പിക്കാൻ ആളില്ലാതെ നിങ്ങൾ എടുക്കുന്ന ഭാരം താങ്ങാൻ മറ്റൊരു തോൾ ഇല്ലാതെ, എന്നാൽ സ്വന്തം ഭാരങ്ങൾ ഇറക്കി വെച്ച് ഒന്ന് ആശ്വസിക്കാം എന്ന് കരുതാൻ ഉത്തരവാദിത്വങ്ങൾ അനുവദിക്കുന്നില്ലാത്ത ഈ അവസ്ഥയിൽ വർഷങ്ങളായി നിങ്ങൾ ഒറ്റയ്ക്കെടുത്തിരുന്ന ഭാരങ്ങൾ വഹിക്കാൻ യേശുക്രിസ്തു തൻ്റെ ചുമൽ നിങ്ങൾക്ക് നേരെ ചായ്ച്ചു തരുന്നു. മകനെ, മകളെ, അവിടുന്ന് നിങ്ങളെ വിളിക്കുന്നു. ഇനി നിന്റെ ഭാരം വഹിക്കാൻ എന്നെയും കൂടി അനുവദിക്കുക. നിനക്കൊരു ആശ്വാസം ലഭിക്കാൻ എൻ്റെ തോളിലേക്ക് നിന്റെ ഭാരങ്ങൾ, കഷ്ടതകൾ ഇറക്കി വയ്ക്കുക. ഞാൻ പാതി വഴിക്ക് ഉപേക്ഷിച്ച് കടന്നു പോവുകയില്ല എന്ന് അവിടുന്ന് ഈ പ്രഭാതത്തിൽ നമ്മോട് അരുളി ചെയ്യുന്നു. കർത്താവ് മനുഷ്യരാശിയുടെ മുഴുവൻ പാപഭാരവും അവൻ്റെ ചുമലിൽ ചുമന്നതാണ്. യേശുവിൻ്റെ തോളുകൾ, ആ തോളുകൾ ഇനി തളരുകയില്ല. നിന്റെ പാപങ്ങൾ, നിന്റെ വേദനകൾ, നിന്റെ ഭാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ യേശുവിൻ്റെ തോളുകൾ ഇനി വീണുപോവുകയില്ല, വിറയ്ക്കുകയില്ല. നിനക്കാശ്വാസം ലഭിക്കാൻ യേശുക്രിസ്തുവിലേക്ക് നിന്റെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുക. അവിടുന്ന് നിനക്കാശ്വാസം നൽകും. വർഷങ്ങളായി നീ ഒറ്റയ്ക്ക് വഹിച്ചിരുന്ന ക്ലേശങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഇനി വഹിക്കാൻ കർത്താവ് നിന്റെ കൂടെയുണ്ട്. നീ ഭയപ്പെടേണ്ട. അവിടുന്ന് നിനക്ക് സമാധാനം നൽകും, ആശ്വാസം നൽകും. ഒരുപക്ഷെ നിങ്ങളുടെ പ്രശ്നങ്ങൾ സാമ്പത്തിക മേഖലയിൽ തകർന്നിരിക്കുന്ന ഈ സമയം, കുടുംബത്തിൽ ജീവിത പങ്കാളിയുമായി ഒരുമിച്ച് പോകാൻ ബന്ധപ്പെടുന്ന ഈ സമയം, ഈ നിമിഷങ്ങൾ മക്കളുടെ ഉത്തരവാദിത്വമില്ലായ്മയുടെ വേദന വഹിക്കുന്ന നിങ്ങൾ, കുടുംബാംഗങ്ങളുടെ, കൂടപ്പിറപ്പുകളുടെ ആരോപണത്തിൻ്റെ നടുവിൽ അകപ്പെട്ടുപോയ നിങ്ങൾ, ജോലി മേഖലയിൽ ഉള്ള നിസ്സഹായ അവസ്ഥ, നിങ്ങളുടെ ഈ അവസ്ഥയിലേക്ക് ആശ്വാസവാക്കുകളുമായി, ഉപദേശകരായി അനവധി ആൾക്കാർ വന്നു. എന്നാൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ തകർച്ചയിലേക്ക് കടത്തിവിട്ട് അവർ കടന്നു കളഞ്ഞു. എല്ലാം കൊണ്ടും നിങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അവസ്ഥ, എല്ലാവരിലും വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥ, ഇനി പ്രതീക്ഷിക്കാൻ വകയില്ലാന്ന് തോന്നുന്ന ഈ അവസ്ഥയിൽ മകനെ, മകളെ, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിനക്ക് ആശ്വാസം തരും. നീ എന്നിലേക്ക് വരിക, നിനക്ക് സമാധാനം ലഭിക്കും. കർത്താവായ യേശു നിന്നെ അനന്തമായി സ്നേഹിക്കുന്നുണ്ട്. അവിടുന്ന് നിന്റെ പാപങ്ങളെ, വേദനകളെ, ഭാരങ്ങളെ വഹിച്ച കർത്താവാണ്. നിനക്ക് വേണ്ടി മുറിവേറ്റ ക്രിസ്തു നിന്റെ മുറിവേറ്റ ഹൃദയത്തെ സൗഖ്യപ്പെടുത്താൻ തക്കവണ്ണം ശക്തനാണ്. നിന്റെ രോഗങ്ങളെ വഹിച്ച അവിടുത്തെ ശരീരം നിന്റെ ശരീരത്തിന് സൗഖ്യം തരാൻ ആഗ്രഹിക്കുന്നു. നിന്റെ പാപങ്ങളെ പേറിയ കർത്താവ് ഈ സമയം നിനക്ക് പാപമോചനം നൽകുന്നു. കർത്താവേ, ഈ സമയം പൂർണ്ണമായി ഞങ്ങളെ ഓരോരുത്തരെയും നിനക്ക് സമർപ്പിക്കുന്നു. വിശ്വാസത്തോടെ ഈ സമയം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാൻ നാം കടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ തുറക്കാം. കർത്താവിന് ഇന്ന് നമുക്ക് കാഴ്ച നൽകാൻ എന്താണ് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്? നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ, ഭാരങ്ങളെ, ക്ലേശങ്ങളെ, നമുക്കെതിരെയുള്ള ആരോപണങ്ങളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന പ്രശ്നങ്ങളെ ഈ സമയം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ആ ഹൃദയം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അവിടുത്തെ അനന്തമായ സ്നേഹം ഇന്ന് നമ്മിലേക്ക് ചൊരിയപ്പെടുന്ന നിമിഷമാണ് പ്രാർത്ഥനയുടെ ഈ നിമിഷങ്ങൾ. വിശ്വസിക്കാം, കർത്താവ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞിരിക്കുന്നു.
നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. കർത്താവിനു വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറക്കുക. ഇനി നിങ്ങൾക്കാവശ്യം കർത്താവിനെ മാത്രമാണ്. അതിനാൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ, നിയോഗങ്ങളെ, ആവശ്യങ്ങളെ എല്ലാം കർത്താവിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ അവിടുത്തെ വചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ഉം 29-ഉം വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അങ്ങേക്ക് കൈമാറാൻ, ഞങ്ങളുടെ ക്ലേശങ്ങൾ, വേദനകൾ എല്ലാം സമർപ്പിക്കാൻ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വരുന്നു. കർത്താവേ, കഴിഞ്ഞ രാത്രിയിൽ നീ ഞങ്ങളോട് വിശ്വസ്തത കാണിച്ചു, സുഖമായ നിദ്ര നൽകി, ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ അനേക വർഷങ്ങളായി എടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ക്ലേശങ്ങളെ, ഭാരങ്ങളെ, ഉത്തരവാദിത്തങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക്, അങ്ങയുടെ തോളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ഭാരങ്ങളെ നീ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും നൽകണമേ. കർത്താവേ, എൻ്റെ ഈ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ മേൽ നീ കരുണ ചൊരിയണമേ. അവർക്ക് ഇനി ആശ്രയം നീ മാത്രമേ ഉള്ളൂ. അനേകർ അവരുടെ ദുരിതാവസ്ഥയിൽ അവരെ സഹായിക്കാനായി എത്തി. ഒത്തിരി ഉപദേശകർ അവരെ തേടിയെത്തി. എന്നാൽ അവസാനം കൂടുതൽ വേദനയിലേക്കും നിസ്സഹായ അവസ്ഥയിലേക്കും ദാരിദ്ര്യത്തിലേക്കും ആണ് ഇവർ എത്തപ്പെട്ടത്. അതിനാൽ കർത്താവേ, ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ഇവരുടെ മനസ്സിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. കർത്താവേ, ഞങ്ങളുടെ കഷ്ടതകളുടെ ഭാരം, ഉത്തരവാദിത്വത്തിൻ്റെ ഭാരം എത്രയുണ്ട് എന്ന് നിനക്ക് മാത്രമേ ഈ ലോകത്തിൽ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. എന്തെന്നാൽ നീ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ ഭാരങ്ങൾ, പാപഭാരങ്ങൾ, ഞങ്ങളുടെ രോഗങ്ങൾ, വേദനകൾ, ദാരിദ്ര്യം എല്ലാം ഏറ്റെടുത്തു. നിന്റെ ശരീരത്തിൽ നീ ഏറ്റെടുത്തു. നീ അത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ചു. ഞങ്ങൾക്ക് വേണ്ടി സകലതും നീ ത്യാഗം ചെയ്തു. കർത്താവേ, ആ നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ ഇന്ന് നിറയ്ക്കണമേ. നിന്റെ വിശ്വസ്തതയ്ക്ക് എന്ത് പകരം തരണം എന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാൽ കർത്താവേ, ഒരു വിശ്വസ്തമായ ഹൃദയം നിനക്ക് നൽകാൻ എന്നും ഞങ്ങൾക്ക് കഴിയണമേ. ഞങ്ങളുടെ ഇന്നത്തെ ഉത്തരവാദിത്തങ്ങളെ, പ്രയാസങ്ങളെ, കഷ്ടപ്പാടുകളെ, നിയോഗങ്ങളെ, ആവശ്യങ്ങളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ. കർത്താവേ, ഈ ചാനലിൽ നിന്നുള്ള പ്രാർത്ഥനയിൽ കൂടി നീ ഇവർക്ക് ആശ്വാസം നൽകണമേ. ഈ ചാനലിൻ്റെ ഓരോ പ്രാർത്ഥനയിലും കൂടി നീ മക്കളെ സുഖപ്പെടുത്തണമേ, ഇവരെ ആശ്വസിപ്പിക്കണമേ, ഇവരുടെ ഭാരങ്ങളെ നീ ഏറ്റെടുക്കണമേ. കർത്താവേ, ഇന്ന് ആരോടും പങ്കുവയ്ക്കാൻ കഴിയാത്ത ഇവരുടെ ദുഃഖത്തിന് ഒരാശ്വാസം നൽകണമേ. ഇന്ന് ഈ മക്കളുടെ മേൽ നീ ഇടപെട്ട് സ്ഥിരമായ അനുഗ്രഹം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോകുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറയ്ക്കണമേ, അത്ഭുതങ്ങളെ കൊണ്ട് നിറയ്ക്കണമേ. രോഗശാന്തി നൽകി അനുഗ്രഹിക്കണമേ, പാപബോധം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, സകല അനുഗ്രഹങ്ങളും ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഈ മക്കളിലേക്ക് നീ ചൊരിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ,
ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ആശ്വാസം നൽകി, സമാധാനം നൽകി ഇന്ന് ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിച്ച കർത്താവേ, ഞങ്ങളെ സഹായിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ നിന്റെ തിരുത്തോളിൽ ചായച്ചു തരുന്ന ദൈവമേ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾക്ക് ലഭിക്കുന്നതോടൊപ്പം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും ഈ മക്കളിലേക്ക് ചൊരിയപ്പെടാൻ ഇവർക്ക് വേണ്ടി നീ നിരന്തരം പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും നിന്റെ ക്ലേശങ്ങൾ എടുത്ത് നിനക്ക് ആശ്വാസം നൽകി നിന്നെ സഹായിക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ യാത്രകളും യാത്ര ചെയ്യുന്ന വാഹനങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, വീട്, വസ്തുക്കൾ എല്ലാം കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണയിൻ കീഴിൽ ആയിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.